സദ്യക്കൂട്ടിലെ അടുത്ത വിഭവം പുളിയിഞ്ചിയാണ്. തൊടുകറികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഇത് തന്നെ. ഈ പുളിയിഞ്ചി ആയാലും നമുക്ക് കുറേ ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കാം. നമ്മുടെ തൊടിയിൽ ഇഞ്ചി ഉള്ളതുകൊണ്ട് പിന്നെ ഇഞ്ചിക്ക് ക്ഷാമമൊന്നുമില്ല. കുറച്ച് ഇഞ്ചി പറിച്ച് നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചോപ്പറിലിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കണം. ചെറുതായി അരിയുന്നതിലും എനിക്ക് ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളത് ചോപ്പറിലിട്ട് ഇങ്ങനെ കറക്കിയെടുക്കുന്ന. ഇഞ്ചിയുടെ പശപശപ്പ് മാറാൻ വേണ്ടിയിട്ട് 2 തവണ വെള്ളത്തിലൊന്ന് കഴുകി ഊറ്റി വയ്ക്കുക. ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം. പുളിയിഞ്ചിയിലെ പ്രധാന 2 ഇൻഗ്രീഡിയൻസ് ആണ് പുളിയും ഇഞ്ചിയും. അത് മാറ്റി വെച്ചതിന് ശേഷം ഇഞ്ചിയിലെ വെള്ളമെല്ലാം പോയിന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു 3 അല്ലെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചി ഒന്ന് കഴുകിയെടുത്തത് കൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് കുറച്ച് ചെറുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില. ഇഞ്ചി വറുത്ത അതേ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വളരെ അല്പം മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞു നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചി ഞാനൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. പുളിവെള്ളം ചേർത്ത് നമുക്ക് അത്യാവശ്യം നേരം തിളപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ പുളിയുടെ ഒരു പച്ചക്കുത്ത് നമുക്ക് ഇതിൽ കിട്ടും. നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾക്ക് ചെറുതീയിലിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഉഴുന്നുപൊടിയും കൂടെ ചേർക്കാം. ചിലർ ഉഴുന്ന് പൊടിച്ചത് ചേർക്കാറില്ല. ഉഴുന്ന് പൊടിച്ച് ചേർക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും. എല്ലാം ചേർത്ത് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ശർക്കര ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ശർക്കരയിൽ കല്ലില്ല, അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത്. അല്ലെങ്കിൽ ശർക്കര പാനിയോ ജാഗറി പൗഡറോ നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിയും മധുരവും ഇഞ്ചിയുടെ സ്വാദും കൂടെ വരുമ്പോഴാണ് പെർഫെക്റ്റ് പുളിയിഞ്ചി റെഡി ആവുന്നത്. ഇതുപോലെ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. സദ്യ വിഭവങ്ങൾ ഒരുക്കുമ്പോൾ ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ പണി എളുപ്പമാവും. ട്രൈ ചെയ്ത് നോക്കൂ.